നമസ്കാരം. അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധു മിത്രാദികൾക്കും 1000 നന്ദി നമസ്കാരം. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ, ബൊമ്പായും. വിശാഖം നക്ഷത്രക്കാരുടെ വിഷു ഫലം കൊണ്ടുള്ള നേട്ടങ്ങളും കോട്ടങ്ങളുമാണ് പറയാൻ പോകുന്നത്. 2025 ഏപ്രിൽ 14 വെളുപ്പിന് 3:21 മേടവിഷു ആരംഭിക്കുന്നത്. സമ്പൽ സമൃദ്ധിയുടെ, ഐശ്വര്യത്തിന്റെ, ദൈവീയത്തിന്റെ പുണ്യകാലത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശാഖം നക്ഷത്രക്കാരുടെ ഫലം ആണ് പറയാൻ പോകുന്നത്. അത് വിശാഖത്തിന്റെ 3/4 തുലാരാശി കൂറും 1/4 വൃശ്ചിക രാശി കൂറുമാണ്. തുലാക്കൂറുകാർക്ക് ഈ വരണ 2025 മെയ് വരെ വേഴഗ്രഹം എത്തി സഞ്ചരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ അതുകൊണ്ട് തുലാക്കൂറുകാരെ സംബന്ധിച്ച് വളരെ കഷ്ടതകളാണ് ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 2024 മെയ് മുതൽ 2025 മെയ് വരെയുള്ള കാലഘട്ടം ഭയങ്കര വിഷമമാണ്. ഗ്രഹപ്പിഴകളെന്ന് ആൾക്കാർ പറയും. ഗ്രഹങ്ങള് പിഴച്ചു നിൽക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന അത്യാപത്തുക്കളെയാണ് ഗ്രഹപ്പിഴ എന്ന് പറയുന്നത്. അപ്പൊ ദുസ്തകേട വചത രുജാഗമം സ്വസ്തകേട വചതക ശമം വധേ മന്ത്ര നർത്ത ബലി പൂജ ഔഷധി ദേവത ഭജനധാതു പോഷണ. അങ്ങനെ ദുസ്തകേട വചത രുജാഗമം ഗ്രഹങ്ങള് ദുസ്ഥാനന്മാരായിട്ട് നിൽക്കുമ്പോഴാണ് നമുക്ക് രോഗങ്ങളും ആപത്തുകളും അപകടങ്ങളും കടങ്ങളും ഒക്കെ ഉണ്ടാകും. സ്വസ്ഥകേട വചരക ശമം ബദൽ. ഗ്രഹങ്ങൾ എപ്പോൾ സ്വസ്ഥന്മാരായിട്ട് വരുന്നു അപ്പൊ നമുക്ക് ശമനം വരും. അതിന് മന്ത്ര നർത്ത ബലി പൂജ ഔഷധ ദേവതാ ഭജനം. അപ്പൊ മന്ത്രം നമ്മൾ തന്നെ ജപവും തപവും ഒക്കെ നടത്തണം. നൃത്തം എന്ന് വെച്ചാൽ അമ്പലത്തിലെ കൊഴുതി പൂജ വഴിപാടുകളൊക്കെ നടത്തണം. ബലി എന്ന് പറയുന്നത് സർപ്പബലിയുണ്ട്, ഉത്സവബലിയുണ്ട്, ആറാട്ട് ബലിയുണ്ട്. ഇങ്ങനെയുള്ള ബലികർമ്മങ്ങളും പിതൃക്കൾക്ക് ബലികളൊക്കെ നടത്തണം. ഈ മരിച്ചവരുടെ പ്രീതി ദോഷ സമയങ്ങളിൽ നമുക്ക് ഒരുപാട് തുണയ്ക്കും. ഔഷധേർ ദേവതാ ഭജനം. ഔഷധം കഴിക്കണം, ദേവന്മാരെ ഭജിക്കണം. ഇതാണ് പരിഹാരം എന്ന് പറയുന്നത്. അപ്പൊ പരിഹാരം ചെയ്യുമ്പോൾ ദോഷങ്ങൾ മാറി കിട്ടും. മെയ് കഴിയുമ്പോൾ വേഴം 9 വരും. സീറായിട്ടിരിക്കുന്ന നിങ്ങൾ 0 ആയിട്ട് വരും. 9 വേഴൻ 12 വർഷത്തിലൊരിക്കലാണ് വരുന്നത്. വേഴം 9 വരുമ്പോൾ ഗുരുജന മനസ് ഈശ്വരാണ പ്രസാദം. ഗുരുക്കന്മാരും ഈശ്വരന്മാരും എല്ലാവരും പ്രസാദിക്കും. വൃതിർഭാഗ്യസ്ഥ ധർമ്മത്തെ ഭാഗ്യവും ധർമ്മവും അഭിവൃദ്ധിപ്പെട്ടു വരും. ശുഭതപസ്. നമ്മൾ എന്ത് കാര്യം നേടണമെന്ന് വിചാരിച്ചാലും നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ വിജയിച്ച് നേടും. പൗത്ര സൗഖ്യം. പുത്രന്റെ പുത്രനാണ് പൗത്രം. നമുക്കും പിള്ളേർക്കും ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാകും. അങ്ങനെ മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകാനും ഉള്ള മക്കൾക്ക് സന്തോഷവും സമൃദ്ധിയും ഐശ്വര്യം കിട്ടാനും നേട്ടങ്ങൾ കിട്ടാനും ഒക്കെ യോഗം ഉള്ള സമയമാണ്. അതുകൊണ്ട് നമ്മൾ പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് നേട്ടവും ഭാഗ്യവും ഐശ്വര്യവും അഭിവൃദ്ധികളൊക്കെ ഉണ്ടാവും. നല്ലത് വരും. അപ്പൊ അതുകൊണ്ട് വേഴമാറ്റം കൊണ്ട് തുലാക്കൂറുകാർ രക്ഷപ്പെടും. എന്നാൽ വൃശ്ചികക്കൂറുകാർക്ക് നമുക്ക് ഈ വേഴഗ്രഹം നിൽക്കുന്നത് ഇപ്പൊ 7-ലാണ്. ഈ വിശാഖത്തിന് വൃശ്ചികക്കൂറിന് 7 വേഴം നിൽക്കുമ്പോൾ സൗമ്യ സപ്തമകെ വിവാഹ ഘടനമെന്നാണ്. വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കാനും നളത ബന്ധങ്ങൾ വേണോ വേണ്ടെന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുള്ളത് മാറി സ്നേഹിച്ച് ജീവിക്കാനും നിങ്ങൾക്ക് യോഗമുണ്ട്. അതെപ്പോഴേ തന്നെ വിവാഹ ജീവിതത്തിലുള്ള കാര്യങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കും. കാരണം ഈ വേഴൻ മെയ് വരെ ഉള്ളൂ. അത് കഴിയുമ്പോൾ 8-ലോട്ട് പോകുമ്പോൾ 8ന്റെ പണിയാണ് നമ്മളെ നോക്കിയിരിക്കുന്നത്. അപ്പൊ ദോഷമാണ്. അപ്പൊ അതേപോലെ 7 നിൽക്കുമ്പോൾ വിവാഹ സൗഖ്യം കുടുംബ സൗഖ്യം കിട്ടും. വിശാഖത്തിൽ വാശിയും വൈരാഗ്യമൊക്കെ ഉള്ള നാളാണ്. അവര് പറയണതാണ് ശരിയെന്ന് എല്ലാവരും അംഗീകരിച്ച് അവര് പറയണത് പോലെ ജീവിച്ചില്ലെങ്കിൽ ഭാര്യയായിരുന്നാലും ഭർത്താവായിരുന്നാലും വിരോധിച്ചു പോകുന്ന ഒരു നാളാണത്. ദാമ്പത്യം വളരെ കുറവാണ്. വിശാഖ നക്ഷത്രത്തിലുള്ള ആൾക്കാർ കാണും കൂടുതൽ പ്രേമബന്ധം, സ്നേഹബന്ധം, പുനർവിവാഹം, ലവ് ഫ്രണ്ട്സൊക്കെ കൂടുതൽ വന്ന് ജീവിതത്തെ അട്ടിമറികൾ ഉണ്ടാകുന്നത്. അപ്പൊ സംശയവും വിരോധമാണ് അതിനെ കാരണം. ഈ 2 കാര്യങ്ങളും വിശാഖ നക്ഷത്രക്കാർ ഒഴിവാക്കിയ ജീവിത സന്തോഷ സമൃദ്ധി ഉണ്ടാക്കി തരും. വെറുതെ 7ാമത്തെ രാശി നിൽക്കുമ്പോൾ വിവാഹ സൗഖ്യം കുടുംബ സൗഖ്യം കിട്ടും.
നഷ്ട അർത്ഥ ലാഭക. നഷ്ടം വന്ന് കിട്ടാതെ കിടക്കണ കുറച്ച് പൈസകൾ കിട്ടും. വിദേശിയാനും വിദേശത്ത് പോകാനും അധികമായ നേട്ടങ്ങൾ കിട്ടാനും ഭാഗ്യങ്ങൾ കിട്ടാനും വിമുക്തി കിട്ടാനും ഒക്കെ യോഗമുണ്ട്. അപ്പൊ വിവാഹത്തിനൊക്കെ ശ്രമിക്കുന്ന ആൾക്കാർ പെട്ടെന്ന് അത് താല്പര്യം കാണിച്ചാൽ നല്ലതായിരിക്കും. അല്ല, എനിക്കിനി പഠിച്ചിട്ട് അടുത്ത കൊല്ലം മതി കല്യാണം എന്ന് വിചാരിച്ച 1 വർഷം കഴിയുമ്പോൾ വീണ്ടും വെറ്റിന്ന് മാറി 9ലും 10ലും 11ലൊക്കെ വേഴം വരുമെങ്കിലും ഇപ്പോഴ് വിവാഹസ്ഥാനത്ത് വേറെ സഞ്ചരിക്കുമ്പോൾ കിട്ടുന്ന വിവാഹം നല്ല ജോലിയും നല്ല സാമർത്ഥ്യവും നല്ല ഐശ്വര്യവും നല്ല സന്തോഷവും നല്ല കുടുംബ പദ്ധതിയും ഉള്ള ബന്ധങ്ങളായിരിക്കും. അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇത്രയും നല്ല ബന്ധം കിട്ടുമെന്ന് പെട്ടെന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റില്ല. അപ്പൊ പഠിക്കുന്നതും ജോലി വാങ്ങിക്കുന്നതും നല്ല രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കുന്നതും നല്ല കാര്യമാണെങ്കിലും ഇങ്ങനെയുള്ള മഹാഭാഗ്യങ്ങളെ തട്ടിത്തെറിപ്പിച്ചു കൊണ്ട് നേടുന്ന വിജയങ്ങൾ അത്രയും ഗുണകരം ആകുകയില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അത് കഴിയുമ്പോൾ മെയ് കഴിയുമ്പോൾ വേഗം 1 വർഷത്തേക്ക് എത്തി വരും. അവിടെ നമ്മൾ വളരെ സൂക്ഷിക്കണം. വിത്തക്ഷേത്ര നഷ്ടവും പ്രവാസി നാടും വീടും വിട്ടുപോവുകയും കൈയിരിക്കണ പോകും കിട്ടാനുള്ളത് കിട്ടാതിരിക്കുകയും കടവും കൂടാവും ഈ കാല ഐശ്വര്യ പ്രവൃത്തിക്ക് മംഗളും തത്രോ അതി കഷ്ടവും അഷ്ടം വളരെ കഷ്ടവും നഷ്ടവും വളരെ പ്രയാസങ്ങളും ദുഃഖങ്ങളും ഉണ്ടായി രോഗങ്ങളും അപകട കടം ഇതൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് പൈസ ഇടപാടുകൾ റിയൽ എസ്റ്റേറ്റുകൾ ഷെയർ മാർക്കറ്റുകളും ഭാഗ്യങ്ങളെല്ലാം നഷ്ടപ്പെടാതെ നമ്മൾ സൂക്ഷിക്കണം. പിന്നെ ശനി തുലാക്കൂറുകാർക്ക് ആറിൽ വരുമ്പോൾ പറയത്തക്ക ദോഷങ്ങളുമില്ല. ഗുണദോഷ സമ്മിശ്ര ഫലം എന്നാണ് നമുക്ക് ശാഖം തുലാക്കൂറുകാർക്ക് 6 ശനി സഞ്ചരിക്കും. എങ്കിലും 6 എന്ന് പറയുന്നത് രോഗശത്രു ഗുണബാധ്യത ചോരൻ കള്ളന്മാര് മോഷണം ചൂഷണം ജോലി വാങ്ങിച്ചു തരാം പൈസ തരാം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ സ്നേഹിച്ച് പല കുരുക്കലും കൊണ്ടുവന്ന് കുടുക്കി നമ്മളെ ഇരിക്കുന്ന പൈസ പോകാതെ സൂക്ഷിക്കണം. ക്ഷതം വീഴ്ച ഒടിവ് അപകട ആശുപത്രി പോയ സർജറിയൊക്കെ വേണമെന്ന് പറയും. രോഗങ്ങള് ശത്രുക്കളൊക്കെ കൂടും. ഇതൊക്കെയാണ് 6 ശനി. അപ്പൊ നമുക്ക് വേഴമാറ്റം കൊണ്ട് ഗുണങ്ങളുണ്ട് ഭാഗ്യമുണ്ട്. 6 ശനി ദോഷം ചെയ്യൂലെന്നൊക്കെയാണ് ചില ആൾക്കാർ പറയുന്നത്. പിന്നെ കാരണം എന്താണ്? ഈ ശനിക്കും രാഹുവിനും കേതുവിനും പാവഗ്രഹങ്ങൾക്ക് 6ാം ഇടം ഗുണദോഷ സമ്മിശ്രഫലം. നല്ലതെന്ന് പറയുന്നില്ല, അതാണ് കാര്യം. നല്ലതെന്ന് പറഞ്ഞ ഭാവാനാം അഭിമാന സഹോദര ഭാവ ഇഷ്ട അനിഷ്ടാപരേഹി. അപ്പൊ 3ഉം 11ഉം 9ഉം ഒക്കെയാണ് ഇഷ്ടം. 11 ഭയങ്കര നല്ലതെന്ന് പറയും. അപ്പൊ ഇവിടെ നമുക്ക് കടങ്ങളും കാര്യങ്ങളൊക്കെ വരും. പിന്നെ വൃശ്ചികക്കൂറുകാർക്ക് ശനി ഇപ്പൊ നിൽക്കുന്നത് 4ലാണ്. കണ്ടക ശനിയുണ്ട്. അത് 5ലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ശനിയെ കൊണ്ടുള്ള ശല്യം മാറിക്കിട്ടുമെന്നാണ്. കാരണം 7ണ്ട ശനി പോലെ കണ്ടക ശനിയെ പോലെ ബുദ്ധിമുട്ടുള്ള വീട് വെപ്പിനുള്ള തടസ്സങ്ങൾ മാറും. വാഹനങ്ങൾ വാങ്ങിക്കാൻ യോഗമുണ്ട്. ആ വീട് വയ്ക്കാൻ ശ്രമിക്കുന്നവർക്ക് വീടും വസ്തുവൊക്കെ കിട്ടും. അങ്ങനെ നമുക്ക് ഒരു സ്വസ്ഥത കിട്ടും. എങ്കിലും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. സന്താനസ്ഥാനത്ത് ശനി സഞ്ചരിക്കുമ്പോൾ പഞ്ചമ സംസക പാപക പുത്ര വിനാശം കരോതി ബലഹീനഹ എന്നാണ്. സന്താനങ്ങൾക്ക് നാശവും അരിഷ്ടതകളും കുഴപ്പങ്ങളും ഉണ്ട്. അതുകൊണ്ട് പിള്ളേർ പറയുന്നതും കൂടെ നമ്മൾ കേൾക്കണം. അവർ പറയണത് നമ്മൾ അനുസരിച്ചില്ലെങ്കിൽ പിള്ളേർ ഒന്നീ കലവിച്ചു അല്ലെങ്കിൽ മരിച്ചു. ഇങ്ങനെയൊക്കെ ഉള്ള കുഴപ്പങ്ങളുണ്ട്. നമ്മളെ മക്കളെ നമ്മൾ സ്നേഹിക്കുക തന്നെ ചെയ്യുന്നത്, ആരും വിരോധിക്കില്ല. എങ്കിലും നമ്മൾ പറയുന്നതൊന്നും കേൾക്കാൻ അവർ തയ്യാറല്ലെങ്കിൽ അവരോടുള്ള വിരോധത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്നേഹം കൊടുത്താൽ അവർക്ക് സ്നേഹം ഇല്ലാതെ വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് സന്താന ഗോപാലമൂർത്തി പൂജ, ഐശ്വര്യ പൂജ, ശനി 6 സഞ്ചരിക്കുന്ന തുലാക്കൂറുകാർക്ക് മുടിപ്പിഞ്ചി യോഗം, നവഗ്രഹ പൂജ, കാലഭൈരവ സ്വാമി കർത്തന വഴിപാട്, വേഴൻ വൃശ്ചികക്കൂറുകാർക്ക് മെയ് കഴിയുമ്പോൾ 8 വന്ന വിഷ്ണു പൂജ, അതേപോലെ കുടുംബദേവന്മാര് ഏത് മതത്തിൽ വിശ്വസിച്ചാലും എല്ലാ ദൈവങ്ങളും ഒന്ന് തന്നെ. അമ്പലത്തിലും പള്ളിയിലും ദൈവങ്ങളൊക്കെ പോയി പ്രാർത്ഥനകളും നേർച്ചകളും വഴിപാടും കഴിയും വിധത്തിൽ ചെയ്താൽ അപ്പോൾ നമുക്ക് വിഷമതകൾ മാറും. അങ്ങനെ നിങ്ങളുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ മാറാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചാലേ പറ്റൂ. ഞാൻ ഇത് പറയണ കേൾക്കുമ്പോൾ ചിലവർക്ക് എന്നോട് വിരോധം ശത്രുതയൊക്കെ തോന്നും. ഇതാണ് ഉള്ള സന്തോഷം. പോയല്ലോ എന്ന് വിഷമിക്കുന്നതാണ്. നിങ്ങൾ ഈ കേൾക്കുമ്പോഴുള്ള വിഷമം പരിഹരിക്കാൻ വേണ്ടി നിങ്ങളുടെ ശ്രദ്ധാഭക്തി പുരസ്സരവും ഭക്തി പുരസ്സരമുള്ള ജീവിതങ്ങൾ നമ്മളെ ഈ കുഴപ്പങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെടുത്തും. ജാതകം കൂടെ ഒന്ന് പരിശോധിച്ച് നോക്കണം. ജാതകത്തിൽ നമുക്ക് എന്തെങ്കിലും സമയദോഷം ഉണ്ടെങ്കിൽ അതും ദോഷമാണ്. ഒരു ഗണപതി പൂജ, ഭഗവതി പൂജ, സുദർശന പൂജ, സന്താന ഗോപാലമൂർത്തി പൂജ, ശത്രുസംഹാര പൂജ ഇതൊക്കെ ചെയ്താൽ നല്ലതായിരിക്കും. കാലഭൈരവ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് നല്ലതായിരിക്കും.
നമുക്ക് എല്ലാ അമാവാസി തോറും രാവിലെ മുതൽ വൈകുന്നേരം വരെ നട അടയ്ക്കൂല, അമ്പലം തുറന്നിരിക്കും. രാവിലെ ഗണപതി പൂജയും 10 മണിക്ക് മുത്തഞ്ചി ഹോമം, ബലി ഹോമം, 4 മണിക്ക് യമരാജ പൂജ, ഭദ്രകാളി പൂജ, സർപ്പപൂജ, 6 മണി തൊട്ട് അഭിഷേകങ്ങളൊക്കെ ഉണ്ട്. പാല്, തൈര്, വെണ്ണ, അതേപോലെ കളവം, കുങ്കുമം, മഞ്ഞൾ കുങ്കുമം, പനിനീര്, കരിക്ക് അഭിഷേകങ്ങളും ദിവ്യ കലശാഭിഷേകങ്ങളും പുഷ്പാരതിയും ഭസ്മാഭിഷേകവും അതേപോലെ ദീപ ആരതികളും ഒക്കെ കൊണ്ട് വലിയ വിശിഷ്ടമായ പൂജാവിധാനങ്ങളാണ്. അതിലൊക്കെ പങ്കെടുക്കുമ്പോൾ ഒരുപാട് ദോഷങ്ങൾ മാറി കിട്ടും. കാരണം കാലഭൈരവ സ്വാമി ക്ഷേത്രം നമ്മുടെ കേരളത്തിൽ അത്യപൂർവമാണ്. നിങ്ങൾ നല്ല രീതിയിൽ വന്ന് ഭഗവാനെ ഭജിച്ച നിങ്ങളെല്ലാ വിഷമതകളും തീർച്ചയായിട്ടും മാറി കിട്ടും. നിങ്ങൾക്കും കുടുംബത്തിനും സന്താനത്തിനും സാമ്പത്തികത്തിനും ദാമ്പത്യത്തിനും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.